അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിലേക്ക് സ്വാഗതമോദി. റജബ് ആഗതമായി. വിശ്വാസികൾക്ക് ഇനി മറ്റു ഇതര മാസങ്ങളെക്കാൾ കൂടുതൽ ദാനധർമ്മങ്ങൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ തയ്യാറാകുന്ന, മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പുകൾ നടത്തുന്ന വിശുദ്ധ മാസങ്ങളാണ് ഇനി. റജബ്, ഷഅബാൻ, റമളാൻ 3 മാസങ്ങൾ കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സുകൃതങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നത് തീർച്ചയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദുആകളിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു, റജബ് ആഗതമായാൽ അല്ലാഹുമ്മ ബാരിക് ലന ഫി റജബിൻ വ ഷഅബാൻ വബല്ലിഗ്ന റമളാൻ. റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, റമളാനിൽ ഞങ്ങളെ നീ എത്തിക്കണമേ. അള്ളാഹുവിനോട് നിരന്തരമായി ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ബറക്കത്ത് ലഭിക്കുക എന്നതിൽ തന്നെ വിശാലമായ അർത്ഥതലങ്ങളുണ്ടല്ലോ. അപ്പോൾ റജബിലും ഷഅബാനിലും ബറക്കത്ത് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവിധ സുകൃതങ്ങൾക്കുമുള്ള തൗഫീഖ്, എല്ലാവിധ സുകൃതങ്ങളുടെയും സ്വീകാര്യത, ഒരുപാട് ഖൈറാത്തുകൾക്കുള്ള തൗഫീഖ്, അതിൻ്റെ സ്വീകാര്യത, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത തലങ്ങളിലേക്ക് വിശാലമായി ഈ ബറക്കത്തിനെ നാം വായിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത്, ഇബാദത്തുകളിൽ ബറക്കത്ത്, നമ്മുടെ നിമിഷങ്ങളിൽ ബറക്കത്ത്, സമയങ്ങളിൽ ബറക്കത്ത്, കുടുംബജീവിതത്തിൽ ബറക്കത്ത്. അങ്ങനെ റജബിലും ഷഅബാനിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമെല്ലാം റജബിലും ഷഅബാനിലും നാം സമയം ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ ആ 2 മാസങ്ങളിലും നാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നിരന്തരമായി ബറക്കത്ത് ലഭിക്കണേ എന്നതാണ് ആ ദുആഇൻ്റെ ചെറിയൊരു ആശയമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് റമളാനിലേക്ക് എത്തിക്കുക എന്നതാണ്. റമളാനിൽ എത്തിക്കുക എന്നത്, ഒരാൾക്ക് റമളാനിൽ ജീവിക്കാൻ സാധിക്കുക എന്നത്, അതിൽ പരം സുകൃതങ്ങൾ വേറെ എന്തുണ്ട്, അതിൽ പരം തൗഫീഖ് വേറെ എന്തുണ്ട്. ഒരുപാട് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ റമളാനിലേക്ക് നമ്മെ എത്തിക്കുക എന്ന ദുആ, മഹാന്മാർ ഇത് നിരന്തരമായി അവരുടെ ദുആകളിൽ വിശുദ്ധ റമളാൻ ആഗതമാകുന്നതിൻ്റെയും മാസങ്ങൾക്ക് മുമ്പേ ചെയ്യാറുണ്ടായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഒരു ദുആ നമ്മുടെ മുഴുവൻ ദുആകളിലും സാധിക്കുന്ന സമയങ്ങളിലെല്ലാം നാം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ റജബും ഷഅബാനും നമുക്ക് അനുകൂലമായി തീരുകയും ഒരുപാട് സുകൃതങ്ങൾക്ക് തൗഫീഖ് ലഭിക്കുകയും ബറക്കത്ത് ലഭിക്കുകയും അങ്ങനെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിലേക്ക് എത്തിച്ചേർന്ന് ആ റമളാനിൽ ഒരുപാട് സുകൃതങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാനും നാം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു ഈ 2 മാസങ്ങളും ബറക്കത്ത് ചെയ്ത് റമളാനിലേക്ക് നമ്മെ എത്തിച്ച് ആ റമളാനിൽ ഒരു അടിമ അള്ളാഹുലേക്ക് എങ്ങനെയൊക്കെ അടുക്കേണ്ടതുണ്ടോ, ആ റമളാൻ കൊണ്ട് എങ്ങനെയൊക്കെ നമ്മുടെ സുകൃതങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ, സുകൃതങ്ങളെ കൊണ്ട് സമ്പന്നമാക്കേണ്ടതുണ്ടോ, അതെല്ലാം കരഗതമാക്കാനും അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.